ഹായ് ഗൈസ്, ഈ വീഡിയോയ്ക്കകത്ത് ജുജുത്സു കൈസൻ ചാപ്റ്റർ 141 142 ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ 138 മുതൽ 140 വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതാദ്യം കണ്ടുവെക്കുക. കഴിഞ്ഞ ചാപ്റ്റർ യുജിയും യൂറ്റയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവസാനിച്ചത്. ചാപ്റ്റർ 141 തുടങ്ങുമ്പോഴും അതിന്റെ ബാക്കി തന്നെയാണ് കാണിക്കുന്നത്. യുജിയും യൂറ്റയും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യൂറ്റയുടെ ഒപ്പം നിൽക്കാൻ യുജി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. യൂറ്റ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യുജി വിചാരിക്കും ആദ്യം ഈ കറ്റാനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിയ ഉടനെ ഇവ എന്നെ കുത്തിയായിരിക്കും. എന്നിട്ട് അവൻ യൂട്ടയുടെ അടുത്തുനിന്ന് ഓടി മാറി അടുത്തുള്ള ഒരു SUV-ക്കകത്ത് ചാടി കയറും. അതിനകത്ത് കയറുമ്പോൾ തന്നെ അതിന്റെ സീറ്റിൽ ഒരു സർവൈവൽ നൈഫ് കിടക്കുന്നത് കാണും. ഉടനെ അതും എടുത്തുകൊണ്ട് പുറത്തു വരും. എന്നിട്ട് യൂട്ടയുടെ അടുത്ത അറ്റാക്കിനെ അത് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യും. ആ കത്തിയിൽ മാക്സിമം കേസ്റ്റ് എനർജി ഇംബ്യൂ ചെയ്ത് യൂറ്റയെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ യുജിയുടെ ശ്രദ്ധ മുഴുവൻ യൂറ്റയുടെ കറ്റാനയിലായിപ്പോയി. അത് മനസ്സിലാക്കിയ യൂറ്റ യുജിക്ക് ഇട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കും. എന്നിട്ട് വാൾ വെച്ച് ആഞ്ഞു വെട്ടും. കത്തി വെച്ച് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും കത്തി മുറിഞ്ഞ് 2 പീസാവും. അങ്ങനെ യുജിക്ക് നല്ലൊരു വെട്ട് കിട്ടും. കുറച്ച് പുറകിലോട്ട് മാറിയത് കൊണ്ട് ഒരുപാട് ആഴത്തിലുള്ള മുറിവല്ല. മാത്രമല്ല യൂറ്റയുടെ കറ്റാന ഒരു നിമിഷത്തേക്ക് തറയിൽ സ്റ്റക്കായി പോവുകയും ചെയ്യും. ഈ ഗ്യാപ്പിൽ യുജി വാളിനെ ചവിട്ടി പൊട്ടിക്കും. അത് കണ്ട് യൂട്ട തന്നെ ഒന്ന് സർപ്രൈസിലാവും. എന്നിട്ട് വിചാരിക്കും ഇവൻ ഗോജോ സെൻസയുടെ സ്റ്റുഡന്റ് അല്ലേ, അപ്പോൾ അതിശയിക്കൊന്നുമില്ല. കറ്റാന ഇല്ലാതായതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരുടെ കയ്യിലും വെപ്പൺസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് യുജി യൂറ്റയെ അറ്റാക്ക് ചെയ്യാൻ പോകും. അപ്പോൾ പിറകിൽ നിന്നും 2 കൈകൾ വന്ന് യുജിയെ പിടിച്ചു നിർത്തും. യൂറ്റയെ സഹായിക്കാൻ വേണ്ടി റീക്ക പുറത്തേക്ക് വന്നതാണ്. യുജിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. റീക്കയോട് അവനെ പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ട് യൂറ്റ അവന്റെ കയ്യിലുള്ള പൊട്ടിയ കറ്റാന ഉപയോഗിച്ച് യുജിയുടെ നെഞ്ച് താഞ്ഞു കുത്തും. വാൾ മുഴുവൻ നെഞ്ചിൽ കുത്തി കയറി അവന്റെ നെഞ്ചിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ചോര വരുന്നുണ്ട്. യുജി അതിന്റെ എല്ലാം ഷോക്കിൽ അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് സുഗുണയെ കാണിക്കുന്നുണ്ട്. സുഗുണ ആദ്യം ഒന്ന് ഞെട്ടിയതിന് ശേഷം ചെറുതായിട്ട് ചിരിക്കും. അത് കഴിഞ്ഞ് ചോസോയും നവോയും തമ്മിലുള്ള ഫൈറ്റ് കാണിക്കും. അവർ രണ്ടുപേരും അണ്ടർപാസിന്റെ അടിയിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോസോയ്ക്ക് നവോയുടെ സ്പീഡിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല കാര്യമായിട്ടുള്ള അടി കൊള്ളുന്നുണ്ട്. കൺവേർജൻസ് പോയിട്ട് ശരീരത്തിന് പുറത്തുള്ള ബ്ലഡ് പോലും കൺട്രോൾ ചെയ്യാൻ ചോസോയ്ക്ക് പറ്റുന്നില്ല. അതിനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. കുറെ അടിച്ചിട്ടും തോൽക്കുന്നില്ലെന്ന് കണ്ടിട്ട് നവോയെ ചോസോയുടെ അടുത്ത് ചോദിക്കും, നീ ആരാണ്? അപ്പോൾ ചോസോ പറയും, 10 സഹോദരങ്ങളിൽ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. അതും പറഞ്ഞവൻ ഫ്ലോയിങ് റെഡ് സ്കെയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് കാണിക്കും. അവിടെ വെച്ചാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. ചാപ്റ്റർ 142 തുടങ്ങുമ്പോൾ നവോയെ പറയും, അതെന്തൊരു ഉത്തരവാണ്, ഞാൻ ചോദിച്ചത് നിന്റെ കേഴ്സ് ടെക്നിക്കിനെ കുറിച്ചും ടഫ്നെസ്സിനെ കുറിച്ചുമാണ്. അതും പറഞ്ഞ് വീണ്ടും ചോസോയെ അറ്റാക്ക് ചെയ്യാൻ പോകും. പക്ഷേ ഇപ്പോൾ ചോസോ അവന്റെ സ്പീഡിനോട് കുറച്ച് അഡാപ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലോയിങ് റെഡ് സ്കെയിൽ ടെക്നിക് കണ്ണിന്റെ മസിലോട്ട് ഫോക്കസ് ചെയ്ത് ചോസോയ്ക്ക് അവന്റെ റിഫ്ലക്സ് കൂട്ടാൻ പറ്റും. പക്ഷേ ഇവന്റെ കൗണ്ടർ അറ്റാക്കിനെ പോലും കൗണ്ടർ ചെയ്തുകൊണ്ട് നവോയെ ഇവനെ ഇടിച്ചു തെറിപ്പിക്കും. ഇടിക്കുക മാത്രമല്ല അതിന്റെ ഇടയിൽ കൂടി കത്തി കൊണ്ട് കുത്തുകയും ചെയ്യും. എന്നിട്ട് പറയും, ബ്ലഡ് മാനിപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നിനക്ക് എളുപ്പമായിരിക്കും. പക്ഷേ എന്നെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ കൂടെ എത്ര നേരം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ സോഴ്സറേഴ്സ് വെപ്പൺസ് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യം പുറത്തു പറയണ്ട. സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തവരെ വെപ്പൺസും കൊണ്ട് നടക്കുള്ളൂ. എന്റെ ബ്രദേഴ്സും വെപ്പൺസും കൊണ്ട് ഷോ ഓഫ് ചെയ്തുകൊണ്ട് നടക്കാറുണ്ട്. എനിക്ക് അവരോട് പുച്ഛം മാത്രമേ തോന്നിട്ടുള്ളൂ. അപ്പോൾ ചോസോ ചോദിക്കും, നിനക്ക് നിന്റെ ബ്രദേഴ്സിനെ ഇഷ്ടമല്ലേ? നവോയെ പറയും, അല്ല. എന്നിട്ട് രണ്ടുപേരും കൂടി ബ്രദേഴ്സിനെ പറ്റിയൊക്കെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കും. നവോയെ പറയും, അനിയന്മാരുടെ അത്ര പോലും ശക്തിയില്ലാത്ത ചേട്ടന്മാരെല്ലാം വേസ്റ്റ് ആണ്. അങ്ങനെയുള്ളവരെല്ലാം കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. അപ്പോൾ ചോസോ പറയും, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളതിലല്ല കാര്യം. എൽഡർ ബ്രദേഴ്സ് എന്ന് പറയുന്നത് യങ്ങർ ബ്രദേഴ്സിന് റോൾ മോഡൽ പോലെയാണ്. ചേട്ടന്മാര് തെറ്റ് ചെയ്താൽ അനിയന്മാർക്ക് അത് കണ്ട് മനസ്സിലാക്കി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. അതുപോലെ ചേട്ടന്മാർ നല്ലത് ചെയ്താൽ അനിയന്മാർക്ക് ആ പാത പിന്തുടരാം. നിന്റെ ചേട്ടന്മാർ ഇത്രയും വീക്കായത് കൊണ്ടാണ് നിനക്ക് ഇത്രയും സ്ട്രോങ് ആവാൻ പറ്റിയതെങ്കിലോ? നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഞാൻ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ് ആയതെന്ന്? എനിക്ക് ശരിയും തെറ്റും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനിയന്മാരെ എനിക്ക് ഗൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയത്. ചേട്ടന്മാരെ കുറ്റം പറഞ്ഞ് ചോസോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് അവൻ സ്വന്തം ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് റിലീസ് ചെയ്യും. കേഴ്സ് സ്പിരിറ്റ്സിന്റെയും ഹ്യൂമൻസിന്റെയും ബ്ലഡ് ഉപയോഗിച്ചാണ് ഡെത്ത് പെയിന്റിങ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കേഴ്സ്ഡ് എനർജിയെ ബ്ലഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചോസോ ബ്ലഡ് കൊണ്ട് ആ ഒരു ടണൽ മുഴുവൻ നിറയ്ക്കും. എന്നിട്ട് അതിന്റെ മറവിൽ നവോയെ പോലും കാണാതെ അവന്റെ സൈഡിൽ വന്ന് പേഴ്സും ബ്ലഡ് ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും നവോയുടെ ഡ്രസ്സിലും കുറച്ച് ബ്ലഡ് ആവും. അത് കാരണം അവന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും പറ്റില്ല. എന്നിട്ട് ജോസോ അടുത്ത അറ്റാക്കിന് ഡോജ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ പേഴ്സും ബ്ലഡ് ഉപയോഗിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ജോസോ ഉപയോഗിക്കുന്നത് സൂപ്പർനോവയാണ്. സൂപ്പർനോവ എന്ന് പറയുന്നത് ജോസോയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 150 വർഷം ബ്ലഡ് മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു അറ്റാക്ക്. ബ്ലഡ് ഓർബായി വന്ന് പൊട്ടിത്തെറിച്ച് നവോയുടെ ശരീരം മുഴുവനും തുളച്ചു കയറും. അവൻ നിലത്ത് വീഴും. പക്ഷെ അപ്പോൾ തന്നെ യുജിയുടെ ശരീരവും വലിച്ചഴിച്ചുകൊണ്ട് യൂറ്റ അവിടെ വരും. ജോസോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും യൂറ്റയുടെ ഇടികൊണ്ട് അവന്റെ ബോധം പോകും. എന്നിട്ട് യൂറ്റ തറയിൽ കിടക്കുന്ന നവോയുടെ അടുത്ത് നിനക്ക് നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും. അവിടെ വെച്ചാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. അങ്ങനെ യൂറ്റ അവന്റെ ജോലി കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.